ഹലോ ഗായ്സ്, വെൽക്കം എ സൺ ഓഫ് ക്രിയേഷൻ ആൻഡ് സ്റ്റൈൽ. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു ഫ്രോക്കാണ്. അതായത് ഈ ഫ്രോക്ക് റിപ്പയർ ചെയ്തിട്ട് ഇത്തിരി അതായത് ഇപ്പോൾ കുട്ടിക്ക് ഫ്രോക്ക് കൊള്ളുന്നില്ല, ഭയങ്കര ടൈറ്റാണ്. അപ്പോൾ ടൈറ്റ് റിക്കവർ ചെയ്യാൻ വേണ്ടി ഇവിടെ കുറച്ച് സംഭവങ്ങളൊക്കെ ചെയ്ത് നോക്കിയിട്ടുണ്ട്, പക്ഷെ അതൊന്നും റെഡി ആയിട്ടില്ല. അപ്പോൾ നമ്മൾ ഈ ഫ്രോക്ക് കട്ട് ചെയ്തിട്ട് ഇതുകൊണ്ട് സ്കർട്ടും വേറൊരു ടോപ്പും കൂടി ചെയ്യാൻ പോകും. അപ്പോൾ സ്കർട്ട് ഭാഗം കട്ട് ചെയ്ത് കളഞ്ഞിട്ട് ഈ വർക്ക് നമ്മളെ ടോപ്പിലുണ്ടാവണം. അപ്പോൾ അതിന് വേണ്ടി സെയിം കളറ് ക്ലോത്ത് ഉപയോഗിച്ച് ചെയ്യാനാണ് വിചാരിച്ചിരുന്നത്. അതായത് നല്ലൊരു ക്ലോത്താണിത്, വെറുതെ അങ്ങോട്ട് കളയാനൊന്നും തോന്നില്ല, നല്ല ഭംഗിയുണ്ട്, നല്ല കോസ്റ്റ്ലിയാണ്. അപ്പോൾ ഇതാണ് അതിൻ്റെ ഇന്നർ സൈഡൊക്കെ ഇതാണ്. അപ്പോൾ അധികം ഉപയോഗിക്കുന്നതിന് മുമ്പ് തന്നെ കുട്ടികൾ വലുതായി പോയാൽ നമുക്കത് ഉപയോഗിക്കാൻ പറ്റില്ല. അപ്പോൾ അത് അതിൻ്റെ വേസ്റ്റ് ഭാഗം കട്ട് ചെയ്തിട്ട് ഇതൊരു സ്കർട്ടാക്കി മാറ്റുക, ഈ ഭാഗം. പിന്നെ ഇതിന് മാച്ചുള്ള പീസ് എടുത്തിട്ട് നമ്മൾ ടോപ്പായി ചെയ്യാം. അപ്പോൾ ഞാനിതിന് വേണ്ടി ഷോപ്പിൽ പോയപ്പോൾ സെയിം കളറ് പിങ്ക് കളർ ക്ലോത്ത് ഇല്ല. അപ്പോൾ ഇതിൽ വേറെ ഏതെങ്കിലും കളർ ക്ലോത്ത് ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ പിന്നെ കിട്ടിയിട്ടുണ്ടായിരുന്നു നല്ല ഭംഗിയുള്ള ഗ്രീനാണ്. അപ്പോൾ അത് ഉപയോഗിച്ചിട്ട് ടോപ്പ് ചെയ്യാൻ തീരുമാനിച്ചു. അപ്പോൾ പിങ്ക് കളർ ക്ലോത്ത് കിട്ടാത്തതായതുകൊണ്ട് പിന്നെ കിട്ടിയിട്ടുണ്ടായിരുന്നത് ഗ്രീനാണ്. അപ്പോൾ ഗ്രീന് സെയിം കളറാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ അത് ഉപയോഗിച്ചിട്ട് ടോപ്പ് ചെയ്യാൻ തീരുമാനിച്ചു. അപ്പോൾ അത് 1.5 മീറ്റർ ക്ലോത്താണ് എടുത്തിട്ടുള്ളത്. ശരിക്കും 1.5 മീറ്റർ വേണ്ടി വരില്ല, 1.15 കൊണ്ട് തന്നെ നമുക്ക് ചെയ്യാൻ പറ്റും, കുട്ടി ആണല്ലോ. അപ്പോൾ അത് ഉപയോഗിച്ചിട്ട് ടോപ്പ് ചെയ്യാൻ അപ്പോൾ 1.5 മീറ്റർ ക്ലോത്തും ലൈനിങ്ങും വാങ്ങി ഇനി ഇത് ഉപയോഗിച്ചിട്ട് സിമ്പിളായിട്ട് ടോപ്പ് ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ ഈ പീസ് വർക്ക് ഉണ്ടല്ലോ, ഇത് ഇതേപോലെ തന്നെ ഇവിടെ നിന്ന് കട്ട് ചെയ്തിട്ട് നമുക്ക് ആ ടോപ്പിൽ ഫ്രണ്ട് ഭാഗത്തായിട്ട് വെച്ച് കൊടുക്കാൻ ചെയ്യാം. പിന്നെ സിബ് ഇതേപോലെ തന്നെ ചെയ്ത് കൊടുക്കാം. സ്ലീവും കുറച്ച് ഡിഫറെൻ്റായി ചെയ്യാമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ അതിന് നമ്മൾ ചെയ്യേണ്ടത് ആദ്യം എന്താണെന്ന് വെച്ചാൽ ഈ ഫ്രോക്കിനെ നേരെ റിവേഴ്സ് ചെയ്യാം. അപ്പോൾ ഇത് നല്ല ഫിനിഷിംഗ് ആയിട്ട് ചെയ്ത ഡ്രസ്സാണ്. ചില ഡ്രസ്സൊന്നും ഇതുപോലെ റെഡിമെയ്ഡ് ആണെങ്കിൽ ഇത്ര ഭംഗിയിലൊന്നും കിട്ടില്ല. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ത്രെഡ് റിമൂവ് ചെയ്യാം. പുതിയ ഡ്രസ്സ് തയ്ക്കുന്നതിലും ബുദ്ധിമുട്ടാണ് ശരിക്കും റിപ്പയറിങ്, പക്ഷെ നല്ല ഡ്രസ്സാകുമ്പോൾ നമുക്കത് കളയാൻ വേണ്ടി തോന്നില്ല. അപ്പോൾ ഇവിടെ ഉണ്ടായിരുന്ന സ്റ്റിച്ചും ഇതും വിട്ടുപോയിട്ടുണ്ട്. ഇനി നമുക്ക് പതുക്കെ ഇതിനെ കട്ട് ചെയ്തിട്ട് ഇത് വേറെയും സ്കർട്ട് വേറെയും യോക്ക് വേറെയും ചെയ്യാം. അപ്പോൾ പതുക്കെ ഇതിങ്ങനെ റിമൂവ് ചെയ്തിട്ട് തന്നെ ഇത് പോരുന്നുണ്ട്. ചിലത് ഇങ്ങനെ പെട്ടെന്ന് പോരില്ല. അപ്പോൾ ഡ്രസ്സ് കേട് വരാതെ നമുക്കിത് റിമൂവ് ചെയ്ത് എടുക്കാൻ പറ്റണം. ഇതാണ് നമുക്ക് അളവിന് തന്നിട്ടുള്ള സ്കർട്ട്. അപ്പോൾ ഇതിൻ്റെ അരവണ്ണാണ് നമുക്ക് ഇത് വേണ്ടത്. അപ്പോൾ ഇത് രണ്ടും കറക്റ്റാണ്, അര പാകമാണ്. അപ്പോൾ ഇവിടെ നമ്മൾ വേസ്റ്റ് ബാൻഡ് വെച്ച് ചെയ്ത് കൊടുത്താൽ സ്കർട്ട് റെഡിയാവും. സ്കർട്ട് ചെയ്യാൻ എളുപ്പം തീരും. അപ്പോൾ ഇതാണ് കട്ട് ചെയ്തെടുത്തപ്പോൾ കിട്ടിയ യോക്ക്. ഇനി ഇത് മൊത്തം റിമൂവ് ചെയ്തതിന് ശേഷം നമ്മൾക്കിത് എടുത്തിട്ട് സിബും ഇതിൽ നിന്ന് റിമൂവ് ചെയ്യണം. അപ്പോൾ ഇനി സ്കേർട്ടിന് ചെയ്യേണ്ടത് നേരെ ഇതിൽ നിന്ന് വേസ്റ്റ് ബാൻഡ് കട്ട് ചെയ്തിട്ട് ഇത് മറ്റേ ചെയ്ത് കൊടുത്താൽ മാത്രം മതി. അതിനിവിടെ ഒരു ഓപ്പൺ ഉണ്ട്. ഈ ഭാഗത്ത് കൂടെ നമുക്ക് ടോപ്പ് കട്ട് ചെയ്തതിന് ശേഷം സ്കർട്ടിന് വേണ്ട വേസ്റ്റ് ബാൻഡ് എടുക്കാം. ഇതാണ് അളവിനുള്ള ടോപ്പ്. ഇതിൻ്റെ അളവിനാണ് നമുക്ക് കട്ട് ചെയ്യേണ്ടത്, ഗ്രീൻ കളർ. അപ്പോൾ ലൈനിങ്ങിൽ അളവ് അടയാളപ്പെടുത്തി പിന്നെ കട്ട് ചെയ്തതിന് ശേഷം നേരെ ടോപ്പിലേക്ക് വെച്ചിട്ട് ടോപ്പിൻ്റെ കുളത്തിലേക്ക് വെച്ചിട്ട് അത് കട്ട് ചെയ്യും. പിന്നെ കട്ട് ചെയ്യുമ്പോൾ നമ്മൾ ഇത് വെക്കാനുള്ളതാണ്. അപ്പോൾ ഈ കഴുത്താണ് വേണ്ടത്. അപ്പോൾ അതിനനുസരിച്ച് മാറ്റം വരുത്തിയിട്ടുണ്ട്. ആദ്യം മറ്റേ പാവാടിൻ്റെ ബ്ലൗസിൻ്റെ നെക്ക് സ്ക്വയർ ആയിരുന്നു. ഇതുപോലെയല്ല, ഇതുപോലെ കർവാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ ഒന്നും കൂടെ ചേഞ്ച് വരുത്തും. അപ്പോൾ ഈ വക ചേഞ്ചുകളൊക്കെ നമ്മൾ ലൈനിങ്ങിലാണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി നന്നാവും. അതല്ല ഒറിജിനൽ ക്ലോത്തിൽ ചെയ്യുമ്പോൾ അഥവാ മിസ്റ്റേക്ക് വന്നാൽ നമുക്ക് ക്ലോത്ത് വേസ്റ്റ് ആയിപ്പോവും. ലൈനിങ് ആണെങ്കിൽ അത് കുറച്ച് കാശ് കൊണ്ട് തന്നെ നമുക്ക് റിപ്പയർ ചെയ്യാവുന്നതേ ഉള്ളൂ. ഓക്കെ, കേപ്പ് സ്ലീവ് ആണ് ചെയ്യാൻ വിചാരിക്കുന്നത്. ഇതുപോലെ സ്ക്വയർ ആയിട്ടുള്ളൊരു പീസ് എടുത്തിട്ട് പീസ് നമ്മൾ ഇതിൽ നിന്ന് കട്ട് ചെയ്തിട്ടില്ല, ഇങ്ങനെ എടുത്തിട്ട് അതിനെ വീണ്ടും ഫോൾഡ് ചെയ്യുക.
ശരിക്കും 1.5 മീറ്റർ ക്ലോത്തിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നില്ല. അത് ഇത്രയും ക്ലോത്ത് ബാക്കിയാണ് 1.25 എടുത്താൽ മതിയായിരുന്നു. ഇനി നമുക്ക് ആ ടോപ്പ് ഫുള്ള് വെട്ടിക്കഴിഞ്ഞതിന് ശേഷം സ്കർട്ടിന് വേണ്ട വേസ്റ്റ് ബാൻഡ് വെട്ടണം. ഇത് 29 ഇഞ്ചാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ 15 ഇഞ്ച് എന്ന് പറഞ്ഞാൽ എവിടെയാണ് വരുന്നത്? 2 ഇഞ്ച് വിടുത്തും 2 ഇഞ്ച് വിടുത്തിൽ എടുത്തിട്ട്